എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും നന്ദിയും സന്തോഷവും എല്ലാം അറിയിച്ച് ഞാൻ ശുശ്രൂഷയിലേക്ക് ഒട്ടും നേരം കളയാതെ കടന്നു വരികയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പെരുന്നാളുകൾ നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം. കാരണം പെരുന്നാളല്ലേ, നമ്മൾ ഓർക്കും എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. നമ്മൾ പിന്നിട്ട പറഞ്ഞ 3 പെരുന്നാളുകൾ നിങ്ങളുടെ മനസ്സിൽ കാണും. ലേവ്യാപുസ്തകം 23-ാമത്തെ അധ്യായമാണ് നമ്മുടെ ചിന്താവിഷയം. 23-ാമത്തെ അധ്യായത്തിൽ 7 പെരുന്നാളുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7 പെരുന്നാളുകളിൽ 1-ാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാൾ, 2-ാമത്തെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 3-ാമത്തെ പെരുന്നാൾ ആദ്യഫല പെരുന്നാൾ, 4-ാമത്തേത് വാരോത്സവ പെരുന്നാൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാൾ. ഇങ്ങനെ 4 പെരുന്നാളുകൾ നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. ഇനി നമുക്കിവിടെ മുൻപിൽ 3 പെരുന്നാളുകൾ കൂടി അവശേഷിക്കുന്നു. 5-ാമത്തെ പെരുന്നാൾ കാഹളധ്വനിയുടെ പെരുന്നാൾ എന്നാണ് പേര്. കാഹളധ്വനിയുടെ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്, കാഹളധ്വനിയുടെ പെരുന്നാൾ. 23-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. 23-ന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. കാഹളധ്വനിയുടെ പെരുന്നാൾ വളരെ പ്രാവചനികമായ കാഴ്ചപ്പാടുള്ള ഒരു പെരുന്നാളാണ്. അത് കേവലം ഒരു ചെറിയൊരു സംഭവമല്ല, അത് കേവലം ഒരു ആചാരമല്ല. ആ കാര്യം ഇസ്രായേൽ ജനം നടത്തുമ്പോൾ പ്രാവചനികമായി വളരെ ദൂരക്കാഴ്ച അതിനകത്തുണ്ട്. പ്രവചനം എന്നുള്ളത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ തൻ്റെ ഭക്തന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. പ്രവാചകം എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രവാചകം എന്ന വാക്കിന് യഹോവയുടെ ഭാരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രവാചകം എന്ന വാക്കിന്റെ അർത്ഥം യഹോവയുടെ ഭാരം എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാരം ദൈവം തന്റെ ദാസന്മാരിലൂടെ ലോകത്തോട് അറിയിക്കുന്നു. എന്നാൽ ന്യായപ്രമാണ കാലത്ത് അഥവാ മോശയിക കാലയളവിൽ സമാഗമന കൂടാരത്തിനകത്തുള്ള ചില ക്രമീകരണങ്ങളിലൂടെ, ഇതുപോലെയുള്ള ചില വസ്തുതകളിലൂടെ വളരെ ദൂരെയുള്ള ചില കാര്യങ്ങളെ തൻ്റെ ദാസന്മാർക്ക് അവൻ കാണിച്ചു കൊടുത്തിരുന്നു. അതിലൊന്നാണ് ഈ പറയുന്ന കാഹള ധ്വനിയുടെ പെരുന്നാൾ. ഇത് 3-ാം മാസമാണ്. ഇത് 3-ാം മാസമാണ്. ഏതാണ് 3-ാം മാസം? 3-ാം മാസം എന്ന് പറയുന്നത് സീവാൻ മാസമാണ്. 30 ദിവസമാണ് ആ മാസത്തിനുള്ളത്. സീവാൻ മാസമാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ. ഇത് ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടിച്ചേർപ്പിനെയാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ കാണിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടിച്ചേർപ്പിനെയാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ കാണിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിന്റെ 5 വൻകരകളിലായി ഒരു കാലത്ത് AD 70 ഇവരങ്ങ് ചിതറിപ്പോയി. ഇന്നവരെല്ലാം അംശമായി ശേഖരിക്കപ്പെടുന്നു. നമ്മൾ ഹോളിലാൻഡ് സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ യാത്രാവേളയിൽ ഗൈഡ് നമുക്ക് പറഞ്ഞു തരും, മടങ്ങി വരുന്ന ഓരോ യഹൂദനും ഓരോ ഒലിവ് തൈ നടും. അതിനുവേണ്ടി അവർക്ക് പ്രത്യേകമായ സ്ഥലം വേർതിരിച്ചിട്ടുണ്ട്.
ഇന്ന് അവർ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു ശക്തിയായി വളരെ ചെറിയ ഭൂപ്രദേശങ്ങൾ മാത്രമുള്ള ലോക ജനസംഖ്യയിൽ വളരെ പരിമിതമായ പെർസെന്റേജ് മാത്രമുള്ള അവരോട് കൂടെയുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് നൽകിയിട്ടുള്ള ജ്ഞാനത്താലും കൃപയാലും പ്രാപഞ്ചനികമായ കാര്യങ്ങളുടെ സാധൂകരണത്തിനു വേണ്ടി അവരിന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇവർ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ ഏറെ പേരും മടങ്ങിപ്പോയി. അങ്ങനെ അംശമായുള്ള കൂടിച്ചേരൽ ഇന്ന് നടക്കുന്നുവെങ്കിലും ഈ കാഹളധ്വനിയുടെ പെരുന്നാൾ ഇവരെ വിളിച്ചറിയിക്കുന്നത്, ചിതറിപ്പോയാലും യഹോവയായ ദൈവം ഇവരെ കൂട്ടിച്ചേർക്കുമെന്ന് ഉള്ളതിന്റെ സ്മരണയ്ക്കായി ഇവർ സന്തോഷിക്കുന്ന ദിനമാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ. 3-ാം മാസത്തിന്റെ ആരംഭത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം 7-ാം മാസത്തിലാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ. നമ്മൾ ആദ്യം പറഞ്ഞത് 3-ാം മാസത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ആരംഭിച്ച് അവിടെ നിന്ന് 4 മാസം കൂടി കഴിഞ്ഞിട്ടാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ. അതല്പം തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 3-ാം മാസത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് അവിടെ നിന്ന് 4 മാസം കൂടി കഴിഞ്ഞ് 7-ാം മാസം, അതല്ലെങ്കിൽ യഹൂദന്റെ മാസക്കണക്കനുസരിച്ച് 7-ാം മാസത്തിലാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ. 7-ാം മാസം ഏഥാനീം മാസം. അതിന് തിസ്രി എന്ന് മറ്റൊരു പേരുകൂടിയുണ്ട്. തിസ്രി, 7-ാം മാസം, ഏഥാനീം മാസം. ഈ 3-ാം മാസം മുതൽ 7-ാം മാസം വരെയുള്ള കാലയളവ്, അഥവാ 4 മാസത്തെ കാലയളവ് സഭായുഗത്തെ കാണിക്കുന്നതാണ്. 3-ാം മാസം മുതൽ 7-ാം മാസം വരെയുള്ള ആ 4 മാസത്തെ കാലയളവ് കൃപായുഗത്തെ അഥവാ സഭായുഗത്തെ കാണിക്കുന്നു, അഥവാ ഈ കാലയളവിനെ കാണിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, 7-ാം മാസം അവരുടെ കൂട്ടിച്ചേർപ്പാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സഭായുഗം അവസാനിച്ചിട്ട് ഇസ്രായേൽ ജനത്തിന് ഒരു കൂടിച്ചേർച്ചയുണ്ട്, അഥവാ അവരെ ഒന്നിച്ചു കൂട്ടുന്ന ഒരു നാളുണ്ട്. സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം, സഭ എടുക്കപ്പെട്ടതിന് ശേഷം. ഇപ്പൊ എന്നാണ് സഭയുടെ ആരംഭം? പെന്തിക്കോസ്തിയിൽ ആരംഭിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് സഭയുടെ ആരംഭം. പെന്തിക്കോസ്തി മുതൽ സഭയുടെ ഉൽപ്രാപണം വരെയുള്ള ആ കാലയളവിനെ വിളിക്കുന്ന പേരാണ് കൃപായുഗം അല്ലെങ്കിൽ സഭായുഗം എന്നെല്ലാം വിളിക്കുന്നത് ഈ കാലയളവാണ്. ഞാനത് ഒന്നുകൂടി പറയാം. പെന്തക്കോസ്തി മുതൽ സഭയുടെ ഉൽപ്രാപണം വരെയുള്ള കാലയളവിനെയാണ് സഭായുഗം എന്ന് വിളിക്കുന്നത്. സഭായുഗത്തിന്റെ അവസാനം എന്ത് സംഭവിക്കുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, അടുത്ത വാക്ക്
ദൈവത്തിന്റെ കാഹളത്തോടും കൂടി. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യം വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യം വായിക്കുമ്പോൾ, അടിപ്പുപണിയായി നിങ്ങൾ കാഹളമുണ്ടാക്കണം. ഒന്ന് ജനത്തെ കൂട്ടിവരുത്താനും മറ്റൊന്ന് അവരെ പുറപ്പെടുവിക്കുവാനും ഉതകണം. അപ്പൊ കാഹളം മുഴങ്ങുമ്പോൾ ജനം കൂടി വരികയും ജനം പുറപ്പെടുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തെ കൂട്ടിവരുത്താനായി കാഹളം വീട്ടിയിരുന്നു എന്നുള്ളതിന്റെ ഓർമ്മയ്ക്കാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ. അതിന്റെ പ്രാവചനികമായ കാഴ്ചപ്പാട് നാം കാണുന്നത് സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷമാണ്. നമ്മൾ എസ്കറ്റോളജി പഠിച്ച സമയം നിങ്ങൾക്ക് ഞാൻ ഇട്ടു വന്നിട്ടുള്ള ചാർട്ടിൽ അതുണ്ട്. സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം കർത്താവ് ഒലിവുമലയിലേക്ക് വരുന്ന കർത്താവിന്റെ പുനരാഗമനത്തിന്റെ 2-ാം ഘട്ടം. 1-ാം ഘട്ടം മധ്യാകാശത്ത് വരും, 2-ാം ഘട്ടം ഭൂമിയിലേക്ക് വരും. കർത്താവിന്റെ ഉൽപ്രാപണത്തിന് 2 ഘട്ടമുണ്ട്. ഒന്ന് മധ്യാകാശത്ത് വരും, മധ്യാകാശത്ത് വന്ന് സഭയെ ചേർക്കും, ഭൂമിയിലേക്ക് വരില്ല. 2-ാമത്തെ പതനത്തിലാണ്, 2-ാമത്തെ ഘട്ടത്തിലാണ് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത്. അന്നാളിൽ ഇവർ കർത്താവിന്റെ ആണിപ്പാടുകളിലേക്ക് നോക്കും. അന്നാളിൽ അവർ കർത്താവിന്റെ ആണിപ്പാടുകളിലേക്ക് നോക്കും. അന്നാളിൽ അവർ അനുതപിക്കും. അന്നാളിൽ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അങ്ങനെ സഭയുടെ കൂട്ടിച്ചേർപ്പ് കഴിഞ്ഞാൽ അടുത്തത് സംഭവിക്കാൻ പോകുന്നത് യഹൂദന്റെ കൂട്ടിച്ചേർപ്പാണ്. അപ്പോ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. 3-ാം മാസം പെന്തക്കോസ്തിയിൽ സഭയുടെ ആരംഭം, സഭായുഗത്തിന്റെ ആരംഭം. 4 മാസം കഴിഞ്ഞിട്ട് കാഹളധ്വനിയുടെ പെരുന്നാൾ അഥവാ സഭായുഗത്തിന്റെ അവസാനം. സഭായുഗം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ കൂടിച്ചേർപ്പ് എന്ന് സാരം. ഈ സമയത്ത്, ഏത് സമയത്ത്? ഈ ഗ്യാപ്പിൽ അഥവാ ഈ സഭായുഗത്തിൽ സഭയുടെ കയ്യിൽ ഒരു ട്രംപറ്റ്, ഒരു കാഹളം തന്നിട്ടുണ്ട്. എന്താണ് ആ കാഹളം? സുവിശേഷ ധ്വനിയാണ്, സുവിശേഷമാണ് ആ കാഹളം. സഭയിലെ ഓരോ ദൈവമക്കളും കാഹളം നീട്ടി ഊതി അനേകരെ കൂട്ടിച്ചേർക്കണം. അതൊരു ശുശ്രൂഷയാണ്. ഇപ്പോ ഇതിനകത്തുള്ള 100-200ഓളം പേരുണ്ട്, ഡിവൈസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റിയെന്ന് വരില്ല, പ്രസംഗിക്കാൻ പോകാനൊന്നും സാധിച്ചു എന്ന് വരില്ല, പ്രസംഗിക്കാനുള്ള കഴിവില്ലെന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുന്നുണ്ടാകും. അതൊക്കെ ഒഴിവ് കഴിവെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ഡോക്ടർ സ്പർജനെ പോലെ, ബില്ലി ഗ്രഹാമിനെ പോലെ, വലിയ ഉപദേശിമാരെ പോലെ കഴിവില്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും അതിനുള്ള കഴിവൊക്കെ തമ്പുരാൻ തന്നിട്ടുണ്ട്. പക്ഷെ കാഹളം ഊതണ്ടായോ? കാഹളവും കയ്യിലുണ്ട്, മൊബൈലിനകത്തല്ല കാഹളം. കാഹളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും വേദപുസ്തകം ചുമക്കുന്നതിനോടല്ല താല്പര്യം. എന്തിന്? എന്നെ പോലുള്ള ഉപദേശിമാര് വരെ അത് ശീലിച്ചു തുടങ്ങി. കൈയും വീശിപ്പോയി മൊബൈലിൽ നോക്കി പ്രസംഗിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മൊബൈലിൽ എല്ലാം ഉണ്ട്, എല്ലാം. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവവചനം ഉപയോഗിച്ച് പഠിക്കണം. ടെക്നോളജി എത്ര വലുതായാലും ദൈവവചനം മാത്രം നമ്മുടെ അലങ്കാരവും നമ്മുടെ അടയാളവുമായിരിക്കണം. ഇതിനാണ് കാഹളം. ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിലിരുന്ന്
ഞാൻ നീട്ടി ഊതുന്നത് ആ കാഹളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ മോർണിംഗ് ഫെലോഷിപ്പിന് ഈ കാഹളം നീട്ടി ഊതി അനേകരെ കൂട്ടിവരുത്താം. പോയി പറയാൻ എനിക്ക് വയ്യ സാർ, ചെന്ന് പറയാനുള്ള പ്രാപ്തി എനിക്കില്ല സാർ, യാത്ര ചെയ്യാൻ എൻ്റെ നടു സമ്മതിക്കില്ല, ശാരീരിക പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്, കിടപ്പിലാണ്. ദൈവമക്കളെ, എങ്ങനെ ഏത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു കോൾ ചെയ്ത് ഒരു സുഹൃത്തിനെ സുവിശേഷത്തോട് അടുപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ അന്ന് അദ്ദേഹം കേൾക്കുന്ന വചനം അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് കാരണമായാൽ അത് നിന്റെ പേരിൽ കണക്കിടുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ ആത്മീക ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസ്സുകൾക്കിടയിൽ ആ അധ്യാപകൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഞങ്ങളെ ഓർപ്പിക്കുമായിരുന്നു. ഇതൊക്കെ എന്നെ കണ്ടമാനം അങ്ങ് പ്രോത്സാഹിപ്പിച്ച വചനങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, നമ്മളുടെ കാഹളം പോലെ നമ്മളുടെ ശബ്ദമുയർത്തി ഈ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. നിങ്ങൾക്കറിയാം, എനിക്ക് പൊതുവെ ശബ്ദം കൂടുതലാണ്. അപ്പോ ഞാൻ ഈ പ്രസംഗം ആരംഭിച്ച സമയത്ത് എൻ്റെ അമ്മ എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഞാൻ വളരെ ശക്തമായിട്ട് സ്വരമുയർത്തി പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അമ്മ എന്നോട് പറയും, എടാ നീ ഇങ്ങനെ പ്രസംഗിച്ചാൽ നിന്റെ കൂമ്പ് ഉണങ്ങിപ്പോകുമെന്ന് പറയും എന്നോട്. അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കും, ഈ കൂമ്പെന്ന് പറഞ്ഞ സാധനം എവിടെ ഇരിക്കണമെന്ന് ചോദിക്കും. അപ്പൊ അമ്മ തൊട്ട് കാണിച്ചു തരും കൂമ്പ് എവിടെ ഇരിക്കണമെന്ന്. ഞാനിപ്പോ നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരുന്ന പ്രാഗമില്ലല്ലോ. പക്ഷേ ദൈവമക്കളെ, 46 കൊല്ലമായി ഞാൻ ഈ തൊണ്ട കൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. അമ്മ മരിച്ചുപോയി, പക്ഷെ എൻ്റെ കൂമ്പിന് യാതൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് നമ്മൾ കാഹളം പോലെ നമ്മളുടെ ശബ്ദം ഉയർത്തിയാൽ നമുക്ക് ഒരു പരിങ്ങേടും പറ്റില്ല. പലരും നമ്മൾ ഇങ്ങോട്ട് പിടിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്താണോ പിടിക്കുന്നത് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ എന്താണോ പിടിക്കുന്നത് അത് നമുക്ക് നഷ്ടപ്പെടും, പക്ഷെ എന്താണോ യേശുവിന്റെ നാമത്തിൽ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. ചുരുക്കത്തിൽ ഈ സഭയുടെ കാലയളവിൽ നമ്മളെല്ലാവരും സുവിശേഷ വേല ചെയ്യണം. ഞാന് മർത്തോമാ സഭയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ എനിക്കതിൽ ഏറ്റവും രസകരമായും സന്തോഷകരമായും എന്നെ ഒത്തിരി സ്വാധീനിച്ചതുമായ ഒന്നാണ് ആ സഭയുടെ തീം. അതിതാണ്, ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകനാകണം. അതൊരു വലിയ കൺസെപ്റ്റാണ്. പക്ഷെ ആരെല്ലാം അത് പാലിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല, ആരെല്ലാം ആ വേല ചെയ്യുന്നുണ്ട് അതെനിക്കറിയില്ല. പക്ഷെ അത് എന്നെ ഒത്തിരി ചൈതന്യപ്പെടുത്തിയതാണ്. അതിനുള്ള വഴിയും വാതിലും അതിൻ്റെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. ഞാൻ പറയുക ദൈവമക്കളെ, നമ്മളെല്ലാവരും സുവിശേഷകനായിട്ട് വേണം മരിക്കാൻ. ഒരു സ്തോത്രം പറഞ്ഞ്, നമ്മളെല്ലാവരും ഒരു സുവിശേഷകനായിട്ട് വേണം മരിക്കാൻ. നമുക്കറിയാം, നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്കപ്പാത്ത് ധാരാളം ഉപദേശിമാരും അച്ഛന്മാരും അവരുടെ ഗ്രേഡ് അനുസരിച്ച്, സാമ്പത്തിക ഗ്രേഡിനനുസരിച്ച് ഉപദേശിമാര്, അച്ഛന്മാര്, തിരുമേനിമാര്, അതിൻ്റെ മുകളിലുള്ളവരൊക്കെ നമ്മളെ യാത്രയാക്കാൻ വരും. ഇവരെല്ലാവരും വന്നാൽ ആരും നമ്മളെ കുറിച്ച് എന്ത് പറയല, ഒരു ദോഷവും പറയില്ല. ഇല്ലാത്ത ഗുണവും കൂടി നമ്മളെ കുറിച്ച് പറഞ്ഞ് ആളുകളുടെ മുൻപിൽ പറഞ്ഞ് പതിപ്പിച്ച് നമ്മളെ കുറിച്ചൊക്കെ നല്ല സ്തുതിപാഠം ഒക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ നമുക്ക് യാതൊരു പ്രയോജനമില്ല. നമ്മൾ പോയി അവരെ കൊണ്ട് നുണ പറയിപ്പിക്കരുതെന്ന് ഞാൻ എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് പറയും. ഒരിക്കലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്കൽ വന്ന ഒരു അച്ഛനോ ഒരു ഉപദേശിയോ ഒരു തിരുമേനിയോ വന്ന് നുണ പറയാൻ ഇടവരരുത്. ഞാൻ സുവിശേഷ വേല ചെയ്തിട്ട് എനിക്ക് മരിക്കണം. അത് ഹൃദയത്തിലൊരു ആഗ്രഹമായി സൂക്ഷിക്കണം. സുവിശേഷകനായിട്ട് മരിക്കണം, സുവിശേഷ വേല ചെയ്യണം, സ്ത്രീകളും പുരുഷന്മാരും. ചുരുക്കത്തിൽ കാഹളധ്വനിയുടെ പെരുന്നാൾ നമ്മളെ ഉണർത്തിവിടുന്നത് എവിടേക്കാണ്? ഈ കൃപയുടെ കാലയളവിൽ കാഹളം പോലെ നമ്മുടെ ശബ്ദം ഉയർത്തി നമ്മൾ അവനെ സ്തുതിച്ച് അവനെ മഹത്വപ്പെടുത്തി
രക്ഷയുടെ സുവിശേഷം കൈമാറാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ നിർബന്ധിക്കുകയാണ്, നമ്മളെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അതിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം, നമ്മൾ അതിനു വേണ്ടി നിലകൊള്ളണം, സുവിശേഷം പങ്കുവെക്കണം. ഇപ്പൊ കാഹളധ്വനിയുടെ പെരുന്നാൾ അത് എന്തിനെ കാണിക്കുന്നു? കാഹളധ്വനിയുടെ പെരുന്നാൾ സഭയെ കൂട്ടിവരുത്താനായിട്ട് ഉപയോഗിക്കുന്ന സഭായുഗത്തിന്റെയും യഹൂദജനത്തിന്റെയും കൂട്ടിച്ചേർപ്പിനെയാണ് കാഹളധ്വനിയുടെ പെരുന്നാൾ സൂചിപ്പിക്കുന്നത്. ആ കാലയളവിൽ യഹൂദനെ ഉദ്ദേശിച്ച് ആണ് എന്നുള്ളത് കൊണ്ട് അവരുടെ യഥാർത്ഥത്തിലുള്ള കൂട്ടിച്ചേർപ്പ്, പൂർണ്ണമായ കൂട്ടിച്ചേർപ്പ് സഭയുടെ ഉൽപ്രാവണ ശേഷം സംഭവിക്കുന്നു. അതിന്റെ പരിസമാപ്തി എന്ന് പറയാൻ സഹസ്രാബ്ദ വാഴ്ചയിലും അവരെ കൂട്ടിച്ചേർക്കും. വിവിധ ലോകങ്ങളിലായി ചിതറിപ്പോയവരെല്ലാം ഒരുമിപ്പിച്ചു കൂട്ടും. ക്രിസ്തു അവരുടെ രാജാവായി വാഴും. ഞാനതിൻ്റെ കാലഗണന നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, യേശുക്രിസ്തു രാജാവായി ജനിച്ചു. എൻ്റെ കയ്യിൽ 2 വസ്തുക്കളുണ്ട്, 2 കളറാണ്, ഒന്ന് വൈറ്റും ഒന്ന് റെഡുമാണ്. ഇതാണ് സ്വർഗരാജ്യം എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ, ഈ രാജ്യത്തിന്റെ രാജാവായിട്ടാണ് യേശുക്രിസ്തു ബേത്ലഹേമിൽ പൂജാതം ചെയ്തത്. രാജാവായി, ആരുടെ? യഹൂദന്മാരുടെ രാജാവായി ജനിച്ചത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഇവനാകുന്നു അവകാശി, ഇവനെ കൊന്നുകളക എന്ന് പറഞ്ഞ് രാജാവിനെ അവർ കൊന്നു, രാജാവിനെ അവർ ക്രൂശിച്ചു. രാജാവിനെ ക്രൂശിച്ചതോടുകൂടി ഈ രാജ്യം മർമ്മമായി. ആ രാജ്യം മർമ്മമായി, സ്വർഗരാജ്യം മർമ്മമായി. ദെൻ പെന്തിക്കോസ്തിയിൽ പുതിയതോർണം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് ക്രിസ്തുവിന്റെ ശരീരമെന്ന സഭ. അഥവാ 3-ാം മാസമായ സിവാൻ മാസം മുതലുള്ള ഈ 3-ാം മാസം മുതൽ 7-ാം മാസം വരെയുള്ള കാലയളവിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് സഭായുഗം. സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മർമ്മമായതിനെ വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവരും. ആ പുനഃസ്ഥാപിക്കപ്പെടുന്ന സ്വർഗരാജ്യമാണ് വേദപുസ്തകത്തിൽ പറയുന്ന സഹസ്രാബ്ദ വാഴ്ച. വെളിപ്പാട് പുസ്തകത്തിൽ 6 വട്ടം ആവർത്തിച്ച് പറഞ്ഞ് സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളത് ഒരു ഭൗതിക, അതൊരു ആത്മീകമായതല്ല, അത് ആക്ഷരികമാണെന്ന് വചനം പറഞ്ഞുറപ്പിച്ചു. അങ്ങനെ രാജ്യവും രാജാവും പ്രജകളും പുനഃസ്ഥാപിക്കപ്പെടും. കാഹളധ്വനിയുടെ പെരുന്നാൾ എന്ന് പറയുന്നത് വളരെ ദീർഘദൂരത്തിൽ കിടക്കുന്നതാണ്. ആ പെരുന്നാൾ നമ്മൾക്കെല്ലാവർക്കും ഒരു പെരുന്നാളാണ്. കാരണം യഹൂദൻ അവനെ ക്രൂശിച്ചത് കൊണ്ട്, രാജാവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് നമുക്ക് അവസരമുണ്ടായി. നമുക്ക് ദൈവം സന്ദർഭങ്ങളെ ഒരുക്കി. നമുക്ക് ക്രൂശിനോട് ചേർന്ന് ചെന്നാൽ ആർക്കും രക്ഷപ്പെടാനായിട്ട് അവൻ അവസരം വെച്ചു. ഞാൻ ആ ഒരു പെരുന്നാളിൽ നിർത്തുകയാണ്. 2-ാമത്തേത് പൂർത്തീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആരംഭിച്ചില്ല. പ്രിയ ദൈവമക്കളെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്ന് മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിക്കുകയാണ്. ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി ക്രമീകരിച്ചത്. ഹൃദയത്തിലെ വലിയ ആഗ്രഹമാണ്. വേണമെങ്കിൽ അടങ്ങിയിരിക്കാം, വേറെ വല്ല കാര്യവും പറയാം, എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സംഷൻ പറയാൻ, ഞാൻ ഇങ്ങനെ പോവുകയാണ്, അതുകൊണ്ട് 1 മാസത്തേക്ക് വേണ്ട എന്നൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. ആരും അതിനകത്ത് അല്ല സാറേ എന്ന് പറയില്ല. പക്ഷെ ദൈവമക്കളെ, എൻ്റെ ഹൃദയത്തിലെ വലിയ വാഞ്ച, അധികം വൈകാതെ നമ്മുടെ മുൻപിൽ, എൻ്റെ മുൻപിൽ ഒരു മരണമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അനധിവിദൂര ഭാവിയിൽ എനിക്കും നിങ്ങൾക്കും ഒരു മരണമുണ്ട്. അതിനു മുൻപ് ചെയ്തു തീർക്കാവുന്നതിൻ്റെ പരമാവധി കർത്താവിന് വേണ്ടി ചെയ്ത് തീർത്തിട്ടേ പോകാവൂ. ദൈവവേല ഉഴപ്പരുത്.
ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ 10 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ ശമ്പളം. OT ചെയ്താൽ 2, 3, 4 മണിക്കൂർ OT എടുക്കാം. 16 മണിക്കൂറും 18 മണിക്കൂറും ജോലി ചെയ്ത് പണം വാങ്ങുന്നവരുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുമ്പോൾ കൊടുവായും കണ്ണുനീരും അഴവഴപ്പൻ പരിപാടിയാണ്. ഉളുക്കും ചതവും ഉരുണ്ടുകയറ്റവും പെരണ്ടുകയറ്റവും കൈകാൽ കഴപ്പും നെഞ്ചുവേദനയും തലവേദനയും കാലുവേദനയും കൈവലിയും കാലുവലിയും എല്ലാം വരുമ്പോൾ കൊണ്ടുപിടിച്ച പ്രാർത്ഥനയാണ്. ഈ വക, ഞാൻ അതിനൊരു വാക്ക് പറയാ, ഈ വക പരിപാടി ദൈവസന്നിധിയിൽ എടുത്ത് ദൈവത്തെ കളിയാക്കരുത്. ദൈവം തരുന്ന ആയുസ്സും ദൈവം തരുന്ന ആരോഗ്യത്തിന്റെയും ഒരു 10% യേശുവിന് വേണ്ടി നീക്കി വെച്ച് കർത്താവിന്റെ വേല ചെയ്ത് കാഹളമൂതി മരിക്കണം. അനേകരെ കൂട്ടി വരുത്തി മരിക്കണം. അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ.